വളരെ കുസൃതിയായിരുന്ന ഗണപതി ഭഗവാൻ പല വികൃതികളിലും ഏർപ്പെടുമായിരുന്നു. ഒരിക്കൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗണേശൻ ഒരു പൂച്ചയെ കണ്ടുമുട്ടി. അതിന്റെ കൂടെ കളിക്കാൻ തുടങ്ങി. പൂച്ചയെ എടുത്ത് നിലത്തെറിഞ്ഞു, അതിന്റെ വാൽ പിടിച്ചു വലിച്ചു, അതിനൊപ്പം രസിച്ചു. അതേസമയം പൂച്ച വേദന കൊണ്ട് കരയുകയായിരുന്നു. ഗണേശൻ അത് ശ്രദ്ധിക്കാതെ തളരുന്നത് വരെ കളിച്ചതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി. കൈലാസപർവ്വതത്തിലെത്തിയപ്പോൾ ദേഹമാസകലം മുറിവുകളോടെ പാർവതീദേവി കിടന്ന് കരയുന്നത് കണ്ട് ഗണേശൻ ഞെട്ടിപ്പോയി. ഗണേശൻ ഓടിച്ചെന്ന് മാതാവിനോട് ആരാണിത് ചെയ്തതെന്ന് ചോദിച്ചു. ഗണേശൻ തന്നെയാണെന്ന് ദേവി മറുപടി പറഞ്ഞു. ആ പൂച്ച യഥാർത്ഥത്തിൽ ദേവിയുടെ ഒരു രൂപമായിരുന്നു. ദേവി തന്റെ മകനോടൊപ്പം കളിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ഗണേശൻ ദേവിയോട് അന്യായമായും ക്രൂരമായും പെരുമാറി. പൂച്ചയോടുള്ള ഗണേശന്റെ പ്രവൃത്തികൾ സ്വന്തം മാതാവിനെ തന്നെ ബാധിച്ചു. തന്റെ പെരുമാറ്റത്തിൽ ഗണേശന് അതിയായ ഖേദം തോന്നി. എല്ലാ മൃഗങ്ങളോടും കരുതലോടും വാത്സല്യത്തോടും കൂടി സൗമ്യമായ രീതിയിൽ പെരുമാറുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു.